ഹായ്, വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ഞണ്ട് കറിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഞണ്ട്, കണവ, കൊഞ്ച്, കക്ക ഇതിലെല്ലാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ല. ചിലർക്കൊക്കെ അത് അലർജി ആയിട്ടുള്ളവരുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞണ്ട് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചട്ടി കണ്ട എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം കേട്ടോ. നല്ലപോലെ പച്ചമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില എല്ലാം ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി നമുക്കങ്ങ് ഇതാക്കണ്ട. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വഴണ്ടം കിട്ടും. അതിനകത്തേക്ക് ഉപ്പൊന്നൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ടുപുളി ഉണ്ടല്ലോ, ആ പുളി ആയാലും നമുക്ക് ഞണ്ട് കറിക്ക് ഉപയോഗിക്കാം. അപ്പോൾ വയറിന് ഗ്യാസും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിവിടെ തക്കാളിയാണ് പുളിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടു, അതും ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്കിതിനകത്ത് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ, കാരണം അധികം എരിവ് ഞാൻ എടുക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇനി അടുത്തത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി നമുക്കിടാം. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടൊന്ന് ആ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറാനായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് കറിയൊക്കെ വെക്കുമ്പം ഇതുപോലെ നമ്മൾ റോസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് തേങ്ങ അരച്ചും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഗരം മസാല ഇട്ടു. ഇനി അടുത്ത കുരുമുളക് പൊടി. ഇച്ചിരി കുരുമുളക് പൊടിയും ഒക്കെ ഇച്ചിരി കൂടുതൽ നിന്നാലേ ഞണ്ട് കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മുടെ മസാലക്കുട്ടന്മാരെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണമെല്ലാം ഇട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് നല്ലപോലെ കഷ്ണങ്ങൾ നമ്മുടെ ഞണ്ടെല്ലാം നല്ലപോലെ തിളച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ സമയത്താണ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞണ്ട് കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇട്ട് നല്ല കുറുക്കി നമുക്ക് ഞണ്ട് കറി റെഡിയാക്കാം. ഈ സമയത്ത് നല്ലപോലെ ഉപ്പും അതിൻ്റെ പുളിയും എല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം തേങ്ങ അരച്ച് വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് മസാലയായിട്ടും എടുക്കാം കേട്ടോ, ഡ്രൈ ആയിട്ട് എടുക്കാം. മസാല ഇത് ഫ്രൈ ചെയ്ത പോലെ ഞണ്ട് ഫ്രൈ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല അതിൻ്റെ ചാറ് തന്നെ നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ലാസ്റ്റ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, മണം കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക്. അപ്പം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്നതൊന്ന് അടച്ച് വേവിക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് കുറച്ച് സമയം ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ട് കറി റെഡിയാവും. നമുക്കിനി നല്ല കറിവേപ്പില, നമ്മുടെ പച്ച കറിവേപ്പില നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പച്ച കറിവേപ്പിലയുടെ ഒരു മണം കൂടെ ഇതിനകത്ത് വരുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതോടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഞണ്ട് കറിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഞണ്ട് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ഒരു കമൻറ്റ് കൂടി ഇടണേ.